കാശ്മീരിലെ കാർഗിലിൽ 1999 മെയ് മുതൽ ജൂലൈ വരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സായുധ പോരാട്ടമാണ് കാർഗിൽ യുദ്ധം. 1971 ബംഗ്ലാദേശ് രൂപീകൃതമാകാൻ കാരണമായ യുദ്ധത്തിന് ശേഷം ആദ്യമായി ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയത് കാർഗിൽ യുദ്ധത്തിലാണ്. അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി. പാകിസ്ഥാനി പട്ടാളവും കാശ്മീർ തീവ്രവാദികളും നിയന്ത്രണ രേഖ ലംഘിച്ച് ഇന്ത്യൻ പ്രദേശത്തേക്ക് നുഴഞ്ഞുകയറി. ഇവരെ തുരത്താനാണ് ഓപ്പറേഷൻ വിജയ് ആരംഭിച്ചത്. 1999 മെയ് മുതൽ ജൂലൈ വരെ കാർഗിലിലും നിയന്ത്രണ രേഖയിലുമായി കനത്ത പോരാട്ടം നടന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ സഫേദ് സാഗർ എന്ന ഓപ്പറേഷൻ കാർഗിൽ യുദ്ധത്തിൽ നിർണായകമായി. 32,000 അടി ഉയരത്തിൽ നിന്നും പാകിസ്ഥാൻ പട്ടാളക്കാരെയും നുഴഞ്ഞുകയറ്റക്കാരെയും കൃത്യമായി തിരിച്ചറിയാൻ സാധിച്ചു. 1999 ജൂലൈ 14 ഇന്ത്യ പാകിസ്ഥാന്റെ മേൽ വിജയം നേടിയതായി പ്രധാനമന്ത്രി AB വാജ്പേയി പ്രഖ്യാപിച്ചു. യുദ്ധം അവസാനിച്ചതായി ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത് ജൂലൈ 26-നാണ്. 2 ആണവ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്ന പ്രത്യേകതയും കാർഗിൽ യുദ്ധത്തിനുണ്ട്. കടുത്ത ചുറ്റുപാടുകളും ആവാസ വ്യവസ്ഥയും മൂലം ദുഷ്കരമായ പോർമുഖമായിരുന്നു കാർഗിൽ. ഏറ്റവും ഉയരമുള്ള യുദ്ധമുഖങ്ങളിൽ ഒന്നുകൂടിയാണിത്. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരെ ആദരിക്കുന്നതിനായി എല്ലാ വർഷവും ജൂലൈ 26-ന് കാർഗിൽ വിജയ് ദിവസ് ആഘോഷിക്കുന്നു. ഇന്ത്യയിലുടനീളം ഈ ദിനം ആഘോഷിക്കപ്പെടുന്നു. കൂടാതെ ദേശീയ തലസ്ഥാനമായ ന്യൂഡൽഹിയിലും എല്ലാ വർഷവും ഇന്ത്യ ഗേറ്റിലെ അമർ ജവാൻ ജ്യോതിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു.